ഇന്ന് ഹെഡേക്കിൻ്റെ വിവിധ കാരണങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. മോസ്റ്റ് കോമൺ പറഞ്ഞത് സ്ട്രെസ്സാണ്. ഓരോ ഏജ് ഗ്രൂപ്പിലും സ്ട്രെസ്സിൻ്റെ കോസ് ഡിഫറെൻ്റ് ആണ്. സ്കൂൾ ഗോയിങ് ഏജിലാണെങ്കിൽ നമുക്ക് എക്സാം സ്ട്രെസ് ഉണ്ടാവാം. രാത്രി ലേറ്റായിട്ട് പഠിക്കണോ, നേരത്തെ നീക്കണോ, ട്യൂഷന് പോകണം, സ്കൂളിൽ പോകണം, ഇതെല്ലാം തന്നെ നമുക്ക് സ്ട്രെസ്സിന് കാരണം ഉണ്ടാക്കും. അഡോൾസെൻ്റ് ഏജ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ ഇമോഷണലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ടൈം പീരീഡാണ്. ഏൾഡിയറിലാണെങ്കിൽ നമ്മൾ വർക്ക് പ്ലേസിലുള്ള സ്ട്രെസ്സ്, എക്സ്ട്രാ ടൈം വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് യൂസ് ചെയ്യുക, ഇതൊക്കെ തന്നെ സ്ട്രെസ്സിന് കാരണമായിരിക്കും. സെക്കൻഡ് മോസ്റ്റ് കോമൺ എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് എറർ ആണ്. അതായത് കണ്ണിന് പവർ ഉണ്ടാവുക, ഐ സ്ട്രെയിൻ ഉണ്ടാവുക. ഒരു ഒഫ്താൽമോളജിസ്റ്റ് കണ്ടിട്ട് നമ്മൾ കണ്ണിൻ്റെ പവർ ചെക്ക് ചെയ്തിട്ട് സ്യൂട്ടബിൾ സ്പെക്ടക്കിൾസ് യൂസ് ചെയ്യണം. മൈഗ്രേസ് ടൈപ്പ് ഓഫ് ഹെഡേക്ക് അഥവാ വാസ്കുലർ ഹെഡേക്സ് മോസ്റ്റ് കോമൺ ആണ്. നമ്മൾ കുറച്ചധികം വെയിലത്ത് നടക്കുമ്പോൾ തലവേദനിക്കുക, ഛർദ്ദിക്കുക, അതേപോലെ തന്നെ നൈറ്റ് ഉറക്കം കുറയുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം സമയത്തിന് കഴിക്കാണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ തലവേദനയ്ക്ക് കാരണമാകുക. പിന്നെ അതേപോലെ തന്നെയാണ് സൈനസൈറ്റിസിൻ്റെ റീസൺസ്. ഇതൊക്കെ ഈ ടൈപ്പ് സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി ENT സർജനെ കണ്ടിട്ട് ഈ കോസസ് റൂൾ ഔട്ട് ചെയ്യണം. എല്ലാ തലവേദനയും ബ്രെയിൻ ട്യൂമറോ കാര്യങ്ങളോ ഒന്നുമല്ല. അത് വളരെ റെയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. മോസ്റ്റ് കോമൺ റീസൺ നമ്മൾ ആദ്യം പറഞ്ഞതൊക്കെയാണ്. അതുപോലെ തന്നെ ബേസിക് ബ്ലഡ് ടെസ്റ്റുകളും ചെയ്തു വെക്കണം. CBC അതായത് രക്തക്കമ്മി കാരണമാകാം. ബ്ലഡിൻ്റെ ഷുഗർ ലെവല്, BP നോക്കണം, തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റുകൾ ചെയ്യണം. ഇങ്ങനെ ബേസിക് ബ്ലഡ് ടെസ്റ്റുകൾ നമ്മൾ ചെയ്തു വെക്കണം. നമ്മുടെ ഹെഡേക്ക് ഒരു കാരണവശാലും മാറണില്ല, മിക്കവാറും രാത്രികൾ നമുക്ക് ഹെഡേക്ക് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു സ്കാൻ ചെയ്യണം. അക്യൂട്ട് സിവിയറായിട്ട് വരുന്ന ഹെഡേക്കിനൊക്കെ CT സ്കാനാണ് ചെയ്യാറ്. അതല്ലാത്ത പക്ഷം നമ്മൾ MRI ആണ് യൂഷ്വലി യൂസ് ചെയ്യാറ്. എപ്പോഴും നമ്മൾ ചിന്തിക്കണം, നമ്മൾ മോസ്റ്റ് കോമൺ റീസൺസ് വേണം ആദ്യം മനസ്സിൽ കാണാൻ. അത് ആദ്യം റൂൾ ഔട്ട് ചെയ്യണം. എന്നിട്ടും ഈ ഒരു ഹെഡേക്കിനൊന്നും മാറ്റം വരുന്നില്ല എന്നെങ്കിൽ ഡെഫിനറ്റ്ലി സ്കാൻ ചെയ്തിട്ട് അതിൻ്റെതായ ട്രീറ്റ്മെൻറ്റ് എടുക്കണം.